നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെലങ്കാന മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകളെ പൊക്കിയതിൽ ഇവിടെ അച്ഛനും മകളും കരയുന്നതിന് കാരണമുണ്ട്. അടുത്തത് വീണയെ തൂക്കുമോ എന്ന ഭയമാണ്. ഡൽഹി മദ്യനയ അഴിമതി കേസിലാണ് കവിത അറസ്റ്റിലായിരിക്കുന്നത്. മകളുടെ കേസ് വെച്ച് ചന്ദ്രശേഖർ റാവുവിനെ വരുതിയിലാക്കാൻ കേന്ദ്രം ശ്രമം നടത്തിയിരുന്നു. തെലങ്കാന പിടിക്കാൻ മോദി സർക്കാർ ഒരു കളി കളിക്കുകയും ചെയ്തിരുന്നു. മകൾ അകത്താകാതിരിക്കാൻ ചന്ദ്രശേഖര റാവു 18 അടവും പുറത്തെടുത്തു. ഏറ്റില്ല, ഒടുവിൽ അറസ്റ്റ്. ഇതേ അവസ്ഥയിലാണ് പിണറായി വിജയൻ. വീണയെ ഉടൻ തൂക്കുമോ എന്ന ഭയം. പൂച്ച എലിയെ തട്ടിക്കളിക്കും പോലെ വീണയെ തട്ടിക്കളിക്കുകയാണ് കേന്ദ്ര ഏജൻസികൾ. ഇഡിയും CBIയും വീണയ്ക്ക് പിന്നാലെ തന്നെയുണ്ട്. SFIO മറ്റൊരു വഴിക്കുകൂടെ കുരുക്കുമുറുക്കുന്നു. കവിത അറസ്റ്റിലായതോടെ അതാണ് പിണറായിയെ വിറളി പിടിപ്പിക്കുന്നത്. കവിത അകത്തായിരിക്കുന്നത് പിണറായിക്ക് BP കൂട്ടുകയാണ്. അതായത് തെലങ്കാന മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവു ആള് ചില്ലറക്കാരനൊന്നുമല്ല. എന്നിട്ടും മകളെ മടയിൽ കയറിയാണ് ED പൊക്കിയത്. അതുപോലെ ഒരു വരവ് ക്ലിഫ് ഹൗസിലേക്ക് ഉണ്ടാകുമോ എന്നതാണ് CPMനെ മൊത്തത്തിൽ അടിമുടി ഉലയ്ക്കുന്നത്. വീണയ്ക്കെതിരെ നിരവധി തെളിവുകൾ കേന്ദ്ര ഏജൻസികളുടെ പക്കലുണ്ട്. എന്നിട്ടും അറസ്റ്റ് നീട്ടിക്കൊണ്ടുപോകുകയാണ്. അതിന് പിന്നിൽ കേന്ദ്രത്തിന്റെ ബുദ്ധിയാണ്. തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ വീണ വിജയൻ കേന്ദ്ര സർക്കാരിന് ഒന്നാന്തരം ഇരയാണ്. 18 അടവും പയറ്റി നോക്കിയിട്ടും കേരളത്തിൽ വേരൂന്നാൻ BJPക്ക് കഴിയുന്നില്ല. CPMനെ വരുതിയിൽ നിർത്താൻ മോദി സർക്കാരിന് വീണ് കിട്ടിയ ആയുധമാണ് വീണ വിജയൻ. അത് വേണ്ടുവോളം അവർ ഉപയോഗിക്കും. തൃശൂർ സുരേഷ് ഗോപി ഇത്തവണ എടുത്താൽ അതിന് പിന്നിൽ പല വമ്പൻ ഡീലുകളുമാണ്. അഴിമതിക്കാരെ അകത്താക്കാനല്ല കേന്ദ്രം കളിക്കുന്നത്. BJPക്ക് കാലുറപ്പിക്കാൻ പറ്റാത്ത ഇടങ്ങളിൽ ഇതുപോലെ എതിരാളികളുടെ കേസുകൾ എടുത്ത് മേശപ്പുറത്ത് വെച്ച് വിരട്ടുക. കേന്ദ്രം നാറിയ കളിയാണ് കളിക്കുന്നത്. ജനങ്ങളെ വിഡ്ഢികളാക്കുന്നു. വീണയ്ക്ക് ഒരു പടി കൂടി കടന്ന് കവചമൊരുക്കാൻ പ്ലാനിങ്ങുകൾ തുടങ്ങിയിട്ടുണ്ട്. CM ഓഫീസിൽ വീണയ്ക്ക് വേണ്ടി കരുക്കൾ നീക്കുന്നത് പിണറായിയുടെ വിശ്വസ്തനാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിലും ഭരിക്കുന്നത് കണ്ണൂരിൽ നിന്നുള്ള ഈ വമ്പനാണെന്ന ആക്ഷേപം അടുത്ത കാലത്തായി ഉണ്ട്. ആഭ്യന്തര വകുപ്പ് കൈയാളുന്നതും ഈ വേന്ദ്രനാണെന്നാണ് ആരോപണം. അതാണ് ആഭ്യന്തര വകുപ്പ് ഇങ്ങനെ കുത്തഴിഞ്ഞു കിടക്കാൻ കാരണം. വീണയ്ക്ക് വേണ്ടി ഉരുക്കുകോട്ട തീർക്കാൻ പിണറായി ഏൽപ്പിച്ചിരിക്കുന്ന നേതാവ് P ശശി തന്നെ. അതാണ് പിണറായി വിജയന്റെ സൂത്രധാരൻ. വീണയ്ക്ക് പ്ലാനിംഗ് നടത്തുന്നത് P ശശിയുടെ നേതൃത്വത്തിലാണെന്നാണ് ആരോപണം വരുന്നത്. ക്ലിഫ് ഹൗസിലും AKG സെന്ററിലുമെല്ലാം തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്. കവിതയുടെ അറസ്റ്റോടുകൂടി വലിയ രീതിയിലുള്ള ചർച്ചകളാണ് ഇവിടെ കേരളത്തിൽ നടക്കുന്നത്. അതായത് CPMും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു പറ്റം ആൾക്കാരും ചേർന്ന് വീണയ്ക്ക് വേണ്ടിയുള്ള ചർച്ചകളാണ് നടത്തുന്നത്. വെറുതെ അല്ല പിണറായി P ശശിയെ പൊളിറ്റിക്കൽ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം കൊടുത്ത് വാഴിക്കുന്നത്. അധികാര രാഷ്ട്രീയം കൈകാര്യം ചെയ്തുള്ള പരിചയം തന്നെയാണ് ശശിയുടെ മുതൽക്കൂട്ട്. ലൈംഗികാരോപണ കേസിൽ ഉൾപ്പെട്ട ശശിയെ സെക്രട്ടറി സ്ഥാനം കൊടുത്ത് വാഴിച്ചതിൽ പാർട്ടിക്കുള്ളിലും പ്രതിപക്ഷത്തു നിന്നും വലിയ ആരോപണം വന്നിട്ടും അത് വകവെക്കാതെയാണ് പിണറായി ശശിയെ ചേർത്ത് പിടിച്ചത്. അതിൻ്റെ കാരണം കുറുക്കൻ്റെ ബുദ്ധിയുള്ള ശശിയെ തനിക്ക് ആവശ്യം വരും എന്നുള്ളത് തന്നെയാണ് പിണറായി മുൻകൂട്ടി കണ്ടത്. വീണമോളെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകും പിണറായി. കവിതയെ ED കസ്റ്റഡിയിലെടുത്തതോടെ ഏതാണ്ട് തൻ്റെ കുടുംബത്തേക്കും കേന്ദ്ര ഏജൻസി എത്താറായി എന്ന് പിണറായിക്ക് ബോധ്യപ്പെട്ടു.